CBSE സ്കൂൾ വിദ്യാർത്ഥികളുടെയും മാനേജ്മെന്റിന്റെയും ഒക്കെ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ അതിന്റെ ലോജിക്ക് വളരെ വ്യക്തമാണ്. പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക വഴി മാർക്ക് ഏകീകരണം സംബന്ധിച്ച പുതിയൊരു ഫോർമുല അംഗീകരിക്കുക വഴി സ്വാഭാവിക നീതിയുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് ഹൈക്കോടതി കാണുന്നുണ്ട്. എന്തായാലും ഈ തവണത്തെ അഡ്മിഷൻ കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നോ അതേമാതിരി അതേ സ്കീമിൽ അല്ലെങ്കിൽ അതേ ഫോർമുലയിലായിരിക്കും മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയും റാങ്ക് ലിസ്റ്റ് വരികയും ചെയ്യുക. പക്ഷേ ഈ പ്രക്രിയ അപ്പാടെ തന്നെ കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അടുത്ത തവണ പ്രോസ്പെക്ടസ് വരുന്നതിന് മുൻപ് സമാനമായ ഒരു തീരുമാനമെടുത്ത് അത് പ്രോസ്പെക്ടസിൽ ചേർത്താൽ ഈ പ്രശ്നം അവസാനിച്ചു. അതുകൊണ്ട് ഇതിപ്പോ CBSE സ്കൂൾ മാനേജ്മെന്റുകളെ സംബന്ധിച്ച് ഈ ഒരു വർഷം മാത്രം നേടുന്ന വിജയമല്ലേ? അതായത് ഈ കോടതി വിധികളിലൂടെ നടന്നിട്ടുള്ളത് ഒരു യഥാർത്ഥത്തിൽ ഉള്ള ഒരു സത്യം പുറത്തു വരികയും നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി നൽകുകയും ചെയ്യപ്പെടുന്നു. അതായത് കേരളത്തിലെ കഴിഞ്ഞ എല്ലാ ഈ കീം പരീക്ഷകളിലൊക്കെ ആകെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നതിൽ 70% വിദ്യാർത്ഥികളും സ്റ്റേറ്റ് സിലബസിൽ നിന്നുള്ളവരാണ്. 10-നും 15-നും ഇടയ്ക്കുള്ള ശതമാനം വിദ്യാർത്ഥികളാണ് CBSE ICE പ്രതികരിച്ചുള്ളത്. പക്ഷേ റിസൾട്ട് വരുമ്പോൾ മുൻ വർഷങ്ങൾ നമുക്കറിയാം ഈ സമ്പ്രദായം നിലവിൽ വന്നതിന് ശേഷം റിസൾട്ട് വരുമ്പോൾ 70% CBSE ICSE വിദ്യാർത്ഥികൾ സീറ്റുകൾ കരസ്ഥമാക്കുന്നുണ്ട്. അത് ആ സംഭവം നടന്നു വരികയാണ്. അത് വ്യക്തമായ ഒരു സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പരീക്ഷകളാണ്. ആ വ്യക്തമായി നടക്കുന്ന പരീക്ഷകളുടെ അടിസ്ഥാനത്തിൽ ഫോർമുലകളുണ്ട്. അതെല്ലാവർക്കും അറിയാം. അത് പ്രകാരമാണ് നടക്കുന്നത്. അതിൽ CBSE വിദ്യാർത്ഥികൾ കൂടുതൽ വിജയം കരസ്ഥമാക്കുന്നത് അവർ പഠിക്കുന്നത് കൊണ്ടാണ്, അവരെ പഠനത്തിൻ്റെ നിലവാരം കൊണ്ടാണ്. മറ്റാരെയും താഴ്ത്തിക്കെട്ടാനല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായവും സാങ്കേതികമായ വിദ്യാഭ്യാസവുമൊക്കെ അത് അർഹിക്കുന്ന മേഖലയ്ക്ക് എത്തണമെങ്കിൽ അത് അർഹിക്കുന്ന നിലയിലുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണ് വരേണ്ടത്. അതുകൊണ്ടാണ് CBSE സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ കീം പരീക്ഷയും അതുപോലുള്ള പ്രവേശന പരീക്ഷകളിലൊക്കെ ഇത് ഈ സംഭവത്തിൽ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് തന്നെ ഒരു അനോമലിയുണ്ട്. കേരള സിലബസ് പഠിക്കുന്ന ഫോളോ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നീതി നിഷേധം നേരിടുന്നുവെന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്ന് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് മുമ്പിൽ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി. അതനുസരിച്ച് ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിദഗ്ധരെ ഉൾപ്പെടുത്തിയ ഒരു സമിതിയെ രൂപീകരിച്ച ആ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഫോർമുല സർക്കാർ സ്വീകരിച്ചത്. ആ പുതിയ ഫോർമുല സ്വീകരിച്ചത് വൈകിപ്പോയി, യഥാർത്ഥ സമയത്തല്ല ഇത് എന്നുള്ള കാരണത്താലാണ് ഹൈക്കോടതി ആ ഫോർമുല നിരാകരിച്ചത്. അതല്ലാതെ ഈ വിഷയത്തിന്റെ മെറിറ്റിൽ ഈ സർക്കാർ ചെയ്ത കാര്യം തെറ്റാണെന്നോ പുതിയ ഫോർമുല അപാകതയുള്ളതാണെന്നോ ഒന്നും കോടതി കണ്ടിട്ടില്ല. അതായത് ആ വിഷയം കോടതിന് മുമ്പിലുണ്ടായിരുന്നില്ല. ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് അനീതി സംഭവിച്ചിരിക്കുന്നു. അവർ പരീക്ഷ എഴുതിയതിന് ശേഷം അതിൽ നിന്ന് വിരുദ്ധമായ ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും റാങ്ക് ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഉന്നതമായ റാങ്ക് കരസ്ഥമാക്കിയ പലരും താഴേക്ക് പോകും, വളരെ മാർക്ക് കുറഞ്ഞ ആൾക്കാർ മുമ്പോട്ട് വരും. ഇതാണ് ആ അനീതിയാണ് കോടതി കണ്ടത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ആ ആർട്ടിക്കിൾ 40 അടിസ്ഥാനത്തിൽ ഉറപ്പ് നൽകുന്ന ആ നീതി നിഷേധിക്കാൻ പാടില്ല എന്നാണ് കോടതി കണ്ടിട്ടുള്ളത്. അത് ഒരു പക്ഷേ അതുമൂലം നമ്മുടെ ഈ സമ്പ്രദായത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തന്നെയും ഈ നിരപരാധികളായ വിദ്യാർത്ഥികൾ അതിന് ഉത്തരവാദികളല്ല. അവരുടെ ഭാഗത്തുനിന്ന് അവർ പഠിച്ചു, ജയിച്ചു, മാർക്ക് കിട്ടി, അവർ റാങ്ക് കിട്ടി. അങ്ങനെയുള്ള അതിനുശേഷം ഒരു ആലോചനയും ഇല്ലാതെ ഈ തരത്തിലുള്ള ഒരു നിയമം ഒരു സമ്പ്രദായം കൊണ്ടുവന്ന് അർഹതയുടെ അംഗീകാരം നിഷേധിക്കുന്ന ഒരവസരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. ശരി.